കാർഷിക വാർത്തകൾ. സംസ്ഥാനത്തെ വിള വിവര ശേഖരണ പരിപാടി ഈ മാസം 31-ന് പൂർത്തിയാകും. ഡിസംബറിൽ റാബി വിളകളുടെ സർവേ നടത്തും. സംസ്ഥാനത്തെ 452 വില്ലേജുകളിൽ നടക്കുന്ന വിള വിവര ശേഖരണ പരിപാടി ഈ മാസം 31-നകം പൂർത്തിയാക്കാൻ നീക്കം. ഒക്ടോബറിൽ ഖാരിഫ് വിളകളുടെ സർവേ പൂർത്തിയാക്കാനും ഡിസംബറിൽ റാബി വിളകളുടെ സർവേ നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർവേ പൂർത്തിയാകുന്നതോടെ കൃഷിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ അർഹരിലെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാകും. കൂടാതെ വിളകളെപ്പറ്റിയുള്ള സമഗ്ര വിവരങ്ങളും ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് വിളവിവര ശേഖരണ പരിപാടി. ഇതിന്റെ ഭാഗമായി 5000-ഓളം സർവേറുമാർ 78,06,785 കൃഷിയിടങ്ങളിലെത്തി സമഗ്ര വിവരശേഖരണം നടത്തി വരികയാണ്. കർഷകർക്ക് വിള ഇൻഷുർ ചെയ്യുന്നതിനും ബാങ്ക് വായ്പ ലഭിക്കുന്നതിനും സർവേ രേഖകൾ പ്രയോജനകരമാകും. അടുത്ത ഘട്ടത്തിൽ വിളവിവര ശേഖരണം കൂടുതൽ വില്ലേജുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കൃഷിവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത്, എന്നാണ് കൃഷി ഇറക്കിയത്, ജലസേചന സൗകര്യങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കും. കൃഷിയിടത്തിന്റെ ജിയോ ടാഗ് ചിത്രങ്ങളും പകർത്തും. കൃഷിയിടത്തിൽ നിന്നു മാത്രമേ ഇക്കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നത് സർവേയുടെ സുതാര്യത ഉറപ്പാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേയിലത്തോട്ടങ്ങൾ പ്രതിസന്ധിയിൽ. വിലയിടിവിനൊപ്പം കീടബാധയും വെല്ലുവിളിയാകുന്നു. പച്ചക്കുളത്തിന്റെ വില കുറയുന്നതും തേയിലച്ചെടികളിലെ രോഗബാധകളും തേയിലക്കൃഷിയെ പ്രതിസന്ധിയിലാക്കുകയാണ്. തേയിലപ്പൊടി വില കുത്തനെ വീഴുന്നതിനെയാണ് കൊളുന്ത് വില ഇടിയുന്നത്. ഉൽപാദനത്തിന് ആനുപാതികമായി തേയില കർഷകർക്ക് വില ലഭിക്കുന്നില്ല. 18 രൂപയാണ് ഇപ്പോഴത്തെ ശരാശരി വില. വളം, കീടനാശികളുടെ വില വർധനയും തൊഴിലാളികളുടെ കൂലിയും കണക്കാക്കുമ്പോൾ കൊളുന്തിന് ഉയർന്ന വില ലഭിച്ചാൽ മാത്രമേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂവെന്ന സാഹചര്യമാണ്. തേയിലപ്പൊടിയുടെ മാർക്കറ്റ് വിലയുടെ 15% കൊളുന്ത് വിലയായി നൽകണമെന്ന് ടീ ബോർഡ് നിർദ്ദേശമുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. ഒരേക്കർ ഭൂമിയിൽ കൃഷി ചെയ്യാൻ 2 ലക്ഷത്തോളം രൂപ പ്രാഥമിക ചെലവ് വരും. തുടർന്നുള്ള വർഷങ്ങളിലെ വളപ്രയോഗം, കുമിൾ കീടനാശിനികൾ തളിക്കൽ, തണൽ ക്രമീകരിക്കൽ, ജലസേചനം, കൊളുന്തെടുക്കൽ തുടങ്ങി ഫാക്ടറികളിൽ കൊളുന്ത് എത്തിച്ച് നൽകുന്നതിനും വൻതുക വേറെയും ചെലവ് വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രം 13,000-ഓളം ചെറുകിട കർഷകരുടെ മുഖ്യവിളയാണ് തേയില. 50 സെന്റ് മുതൽ 5 ഏക്കർ സ്ഥലത്ത് വരെ കൃഷി ചെയ്യുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് താറാവുകൾക്കുള്ള വാക്സിൻ കിട്ടാനില്ല. കർഷകർ പ്രതിസന്ധിയിൽ. താറാവുകൾക്കുള്ള പാസ്ചുറല്ല പ്രതിരോധ മരുന്ന് കിട്ടാനില്ലെന്നാണ് കർഷകരുടെ പരാതി. ക്രിസ്മസ് പുതുവത്സര വിപണികൾ ലക്ഷ്യമിട്ട് പുതിയതായി വിരിയിച്ച് പുറത്തിറക്കിയ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് വിരിയിച്ച് 45 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ മരുന്ന് ലഭിച്ചിട്ടില്ല. മുട്ട വിരിഞ്ഞ് 30 ദിവസത്തിനകം പ്രതിരോധ മരുന്ന് കുത്തിവെക്കേണ്ടതാണ്. സർക്കാരിൽ നിന്ന് താറാവ് കർഷകർക്ക് ആകെ ലഭിക്കുന്ന ആനുകൂല്യം പാസ്ചുറല്ല പ്രതിരോധ മരുന്നും പ്ലേഗിന്റെ പ്രതിരോധ മരുന്നുമാണ്. പാസ്ചുറല്ല പ്രതിരോധ മരുന്ന് തിരുവനന്തപുരം പാലോടുള്ള സർക്കാർ കമ്പനി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ പുറത്തുനിന്നും ഇവ ലഭിക്കില്ല. 100 ml ഉള്ള ഒരു കുപ്പി വാക്സിൻ 200 താറാവുകൾക്ക് മാത്രമാണ് കുത്തിവെക്കാൻ കഴിയുന്നത്. കുത്തിവെപ്പ് എടുക്കാതിരിക്കുന്ന പക്ഷം സാധാരണ കാലാവസ്ഥയിൽ പോലും താറാവുകൾ ചത്തുപോകും. സാധാരണ അതത് മൃഗാശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് എണ്ണത്തിനനുസരിച്ച് സൗജന്യമായിട്ടാണ് ഇത് നൽകുന്നത്. വാക്സിൻ ലഭ്യത ഉടൻ ഉറപ്പാക്കിയില്ലെങ്കിൽ കനത്ത നഷ്ടമുണ്ടാകുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.